ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചേന മെഴുക്കുവരട്ടിയാണ്, അല്ലെ ചേന ഉലർത്തിയത്. ചേന ഒരു 750 ഗ്രാം ആണ് ഇവിടെ ചെറുത് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അത് ഉലർത്താൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക് ചതച്ചതും കൂടെ വേണം. ആദ്യം നമുക്ക് ഇവിടെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞ ചേന ഇട്ട് കൊടുക്കാം. നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ ചേന നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിനി കടുക് പൊട്ടിച്ച് ഉലർത്തിയെടുക്കാം. ഒരു പാൻ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചേന ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നല്ലപോലെ വഴന്ന് കഴിയുമ്പം മഞ്ഞൾപ്പൊടി, ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചതച്ച മുളക് ഞാൻ ഇടുന്നുണ്ട്. ചതച്ച മുളക് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഉലർത്തുന്ന നമ്മൾ മെഴുക്ക് പുരട്ടിക്കും ചതച്ച മുളക് നല്ലതാണ്. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇട്ടാൽ മതി. ഇവിടെ ഞാനൊരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ ചേന വേവിച്ചതിട്ട് കൊടുക്കും. ഇവിടെ ചേന മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.